Consumption of alcohol is injurious to health. രാവിലെ ഇനി നീ ഇങ്ങനെ പെമ്പിള്ളേരുടെ അടുത്ത് കാണിച്ചാണല്ലോ നിന്റെ കൂട്ടുകാരനൊന്നും ഞാൻ നോക്കൂല. സത്യം പറയും, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല. ഞാൻ പോവാ. എടാ നിക്ക് ഡേവിഡേ.
കൊള്ളാതെ വീടൊക്കെ ക്ലാസ് ഇല്ല ക്ലാസ് വെള്ളം ready. നമുക്ക് ചില്ലടില്ല. എത്ര നാളെ എന്താണ് ഈ പണ്ടത്തോലെ ഇപ്പോൾ അടിയൊന്നുമില്ലേ? ഇപ്പൊ കോളേജ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അടികളാണ്. ഫുൾ ഓഫീസ് സാധനം കോളേജിൽ സമയത്ത് 3 ദിവസമായിരുന്നു. ഇപ്പം കോളേജ് സമയമായിരുന്നു. സമയം മാറ്റി ജീവിതം തന്നെ. നീ എവിടെ എത്രയൊന്നും കളിക്കാൻ പറഞ്ഞതല്ലോ. പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇവിടെ യാത്ര എന്തായാലും പോയിട്ട് അടിക്കാം വാ അടി. ഇപ്പൊ കുറെ ഇപ്പൊ മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണ്. എന്തേ അനക്കറിയോ, ഞാൻ എത്ര ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്. എന്നും എന്തൊക്കെയോ സ്വപ്നങ്ങളാണ്. ആരും എന്നെ കൊല്ലം വരുന്നവരൊക്കെ കയ്യിൽ മൊത്തം ചോര. അങ്ങനെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ മടുത്ത്. അതൊരു എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞ് വെറുതെ മൂട് കളയണം. നമുക്ക് 2 പെഗ്ഗൊക്കെ അടിച്ച് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇരുന്നാൽ മതി. ഓ പെഗ് പോയല്ലോ, അതില് നല്ലത്. എടാ നിനക്കറിയോ, ഞാൻ എന്തോരം പെൺപിള്ളേരാണ് കരയിച്ചേക്കുന്നത്. അതിൻ്റെയൊക്കെ ശാപമായിരിക്കും ആ പ്രായത്തിൻ്റെ കുത്തിക്കഴപ്പ്. ഇപ്പം ഞാൻ വല്ലാണ്ട് റിഗ്രറ്റ് ചെയ്തതാ. ഇപ്പൊ ഡേസിയുടെ കാര്യത്തിൽ വിഷമം ഉണ്ടാവും. ഡേസിയോ? ഏത് ഡേസി? എന്താടാ നിന്റെ പെങ്ങൾ ഡേസിനോട്ടമാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതിൻ്റെ പെങ്ങളെ എന്തെന്നാ? നീ സ്വപ്നത്തിൽ കാണുന്ന ഒരാൾ ഞാൻ നിന്നെ കൊല്ലാനുള്ള അവസരമായി ഇത്ര നാളെ ഞാൻ കാത്തിരിക്കുന്ന ഈ ജീവിതത്തിൽ. നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനൊന്നും ഇല്ലടാ. സത്യം, അവൾക്ക് അന്ന് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് അത് വിട്ടതാ. സത്യം, നീ എന്നെ വിശ്വസിക്കും. പിന്നെന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തത്? അവൾ നിങ്ങൾക്ക് അയച്ച കുറെ മെസ്സേജുകളോ? അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. എടാ നീ അല്ലടാ അതിന് ഉത്തരവാദി. നീ നിന്റെ സകല പിടിപാടുകളും വെച്ച് അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ മാറ്റി. എത്ര പെമ്പിള്ളാരുടെ ജീവനാണ് നീ കളിച്ചേ? എൻ്റെ കൂട്ടുകാരനായിട്ടുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നെങ്കിലും കരുതി. അവസാനം നീ എൻ്റെ സ്വന്തം പെങ്ങളെ തന്നെ അവളാണ് ആരോടൊന്നും പറയാതെ പോയി. നീ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ ഒപ്പം തന്നെ നടന്നു. പലർക്കും വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. എങ്ങനെയൊന്നും വിചാരിച്ചതല്ല. നിനക്കാണ് ജോലിയും കിട്ടി, നീ ആ വഴി പോയി. എൻ്റെ അമ്മ പെങ്ങൾ പോയ സങ്കടത്തിൽ നീറിയാണ് മരിച്ചത്.
ഒന്നുണ്ട ഡേ വെറുതെ ഞാൻ വെറുതെ കുറെ ഇമോഷണൽ നീ എൻ്റെ കൂട്ടുകാരനല്ലടാ ഞാൻ നിന്നെ കൂട്ടുകാരൻ ഞാൻ നിന്നെ കൊല്ലും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു ഒന്നുമില്ല നീ വെക്കടി बात जो है उसमें बात वो यहाँ कहीं नहीं किसी में वो है मेरी बस है मेरी शोर है यही गली गली में എന്താണ് എന്തതിൻ്റെ കുടിയത് എന്താ പണിയിരിക്കണം ഏട്ടാ ഞാനതെൻ്റെ ഓരോ വിഷമങ്ങളായിട്ട് പറഞ്ഞില്ലേ നിനക്കായിട്ട് ഞാൻ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞത് നീ എന്താ അടിക്കി ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ എൻ്റെ കൂട്ടുകാരനല്ലേ ഇങ്ങനെ പെടങ്ങാറാ നല്ല അടിക്കി നിനക്കായിട്ട് ഇവിടെ ഒഴിച്ചു വെച്ചിട്ട് നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കട്ടാ ഞാൻ പറഞ്ഞത് നീ കേൾക്കത്തില്ലേ ഇവിടെ ഒരാളുണ്ട് കേട്ടോ അവൻ പറഞ്ഞത് നീ കേൾക്കുന്നില്ല നീ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞിട്ട് ഏത് കേൾക്കുന്നത് കുടി അതായിട്ട്